തിരുവനന്തപുരം അമ്പലത്തിൻകാലയിലെ CPM പ്രവർത്തകൻ അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 5 RSS പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം 3 പേർക്ക് ജീവപര്യന്തവും വിധിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2013-ലാണ് കേസിനാസ്പദമായ സംഭവം. സാജിദ് അജ്മൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അജ്മൽ, അശോകൻ വധക്കേസിൽ ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ശിക്ഷാവിധി വരുന്നത്? വിവരങ്ങൾ എന്താണ്? ദിവ്യ, 2013-ലാണ് രാത്രിയിൽ ഈ അശോകൻ എന്ന CPM പ്രവർത്തകനെ വീട്ടിൽ നിന്ന് ഇറക്കി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിലെ പ്രതികൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ 8 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിൽ നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ശംഭു, ശ്രീജിത്ത്, ഹരി, അമ്പിളി, സന്തോഷ് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ 7-ാം പ്രതിയായ അണ്ണി സന്തോഷ്, 10-ാം പ്രതി പഴഞ്ഞി പ്രശാന്ത്, 12-ാം പ്രതി സജീവ് എന്നിവർക്ക് ജീവപര്യന്തമാണ്. ഇവർ ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നും കോടതി കണ്ടെത്തിയിരുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല. ഇത് ഈ വട്ടിപ്പലിശ സംഘവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആ സംഘത്തെ ഈ CPM പ്രവർത്തകനായ അശോകൻ ചോദ്യം ചെയ്തിരുന്നു. ആ സംഘത്തിന്റെ ഭാഗമായ RSS പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയത്. അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് 5 RSS പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.